ഇനി കോഴിക്കോടേക്ക് പോയാൽ അവിടെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനിടയാക്കിയ ഫറൂഖിലെ അച്ചൻകുളം അടച്ചു. അണുബാധ ബാധിച്ച കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. വിവരങ്ങളുമായി ഷഹീദ് ചേരുന്നു. ഷഹീദ്, ഈ കുളത്തിൽ കുളിച്ചു എന്ന് സംശയമുള്ള മറ്റ് ചിലരെ കൂടി ആരോഗ്യപരമായ ചില ടെസ്റ്റുകൾ നടത്തിയിരുന്നല്ലോ. അവരുടെയൊക്കെ നില എങ്ങനെയുണ്ട്? ആർക്കെങ്കിലും ഇത് ബാധിച്ചിട്ടുണ്ടോ? ഈ കുളം അടച്ചതിന് പിന്നാലെ ശുദ്ധീകരണ പ്രവർത്തികൾ നടക്കുന്നുണ്ടോ? ഇപ്പോൾ അണുബാധയേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന കുട്ടിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. വെന്റിലേറ്ററിലാണ് കുട്ടി ഇപ്പോൾ കഴിയുന്നത്. ഒപ്പം തന്നെയാണ് കുട്ടിയുടെ കൂടെ ഈ ഫറൂഖ് അച്ചൻകുളത്തിൽ കുളിച്ച മറ്റു കുട്ടികളെയും അവരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പക്ഷേ ആശ്വാസകരമായ ഒരു കാര്യം, അവർക്കാർക്കും ഏതെങ്കിലും തരത്തിലുള്ള പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അവരെ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം തന്നെയാണ് അച്ചൻകുളം ഈ മുൻകരുതലിന്റെ ഭാഗമായി അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ക്ലോറിനൈസേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കുമെന്നാണ് പ്രാദേശിക ഭരണകൂടം അധികൃതരുമൊക്കെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലാണ് സ്ഥിരീകരിച്ച കുട്ടി ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരമാണ് കുട്ടിക്ക് ബാധിച്ചതെന്ന് സ്ഥിരീകരിച്ചത്. കുറച്ച് ദിവസങ്ങളായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെന്റിലേറ്ററിൽ അതിവിദഗ്ധ ചികിത്സ നൽകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഷഹീദ്.